Hello student. So we are going to do problem example number 2.13. In this problem, it states that a roller weighing 10 kilonewton rests on a smooth horizontal floor. Smooth horizontal floor means the reaction will be normal and is connected to the floor by the bar AC. So a bar AC is there and it is connected to the ground by the bar AC. Determine the force in the bar AC. So we have to find out the force in the bar AC and the reaction from the floor. So we have to find two unknowns. This reaction and force in the bar AC. If the roller is subjected to a horizontal force 5 Newton, so 5 Newton is subjecting like this and an inclined force 7. It is acting towards the point A at an angle 45 degree with this 5 Newton. Okay. So here 1, 2, self-weight 10, which means 3, then force AC, then reaction R. So there are 5 forces. So we can't go for Lami's theorem. In Lami's theorem, we can solve the problem only if the number of forces is 3. Okay. Here it is 5. So we have to go for equations of equilibrium. Okay. So we can draw the free body diagram. So yes. Can just enlarge the ball. So this is the ball and it is having a force 5 is acting like this and a force 7 it is acting like this and a force sorry, so this and the angle, so this is the AC. Now we know that self weight is acting downwards, so a self weight is acting and we are assuming that this force is acting downwards. You can assume it as upwards also, there is no problem. If our assumption is wrong, then you get the answer as negative. Okay. അപ്പോൾ നമുക്ക് അസ്യൂം ചെയ്തതിൽ നെഗറ്റീവ് വന്നുകൊണ്ട് ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ അസ്യൂംഡ് ഡയറക്ഷൻ തെറ്റാണെന്നേ ഉള്ളൂ. അപ്പം ഞാൻ മുകളിലേക്ക് എടുത്ത് ആവും ചിലപ്പം കറക്റ്റ്. പക്ഷെ ഞാൻ എടുക്കുകയാണ് താഴേക്ക് എടുക്കുകയാണ്. ഓക്കെ. നൗ ഇവിടെ നിന്നുണ്ട് റിയാക്ഷൻ കൂടെ ഉണ്ട്. നമുക്ക് ആ റിയാക്ഷൻ വേറൊരു കളറ് വരയ്ക്കുന്നത് കൺഫ്യൂഷൻ ഉണ്ടാവണ്ട. സോറി, റിയാക്ഷൻ കൂടെ കിട്ടണ്ട. ഇത്രയും ഫോഴ്സസ്, 5 ഫോഴ്സസ് ആണുള്ളത്. സോ റിയാക്ഷൻ 6, then ഇവിടെ ഒരു ഫോഴ്സ് 5 കിലോ ന്യൂട്ടൺ, ഇവിടെ ഒരു 7 കിലോ ന്യൂട്ടൺ, then താഴേക്ക് ഒരു 10 കിലോ ന്യൂട്ടൺ സെൽഫ് വെയിറ്റ്. ഇത് ഞാൻ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എസ് എന്നാണ്, നമുക്ക് എന്ത് വേണമെങ്കിലും അസൈൻ ചെയ്യാം. സോ വി ആർ ഓൾസോ അസ്യൂമിങ് ദിസ് ഫോഴ്സ് എസ് എന്നൊരു പേരിട്ട് അത്രേ ഉള്ളൂ. ദിസ് ആംഗിൾ ഇസ് 30 and this angle is 45.
ഓക്കെ, നമ്മുടെ ഗിവൺ ഡേറ്റ കഴിഞ്ഞ് ഇത്രയാണ് തന്നിരിക്കുന്നത്. Now we have to assume an axis. ഒരു ആക്സിസ് നമുക്ക് വേണം. സോ ആക്സിസ് ഏറ്റവും കോമൺ ആയിട്ട് എടുക്കുന്ന ആക്സിസ് തന്നെ എടുക്കാം. ഈ ഡയറക്ഷൻ പോസിറ്റീവ് എക്സ്, ഇത് നമ്മുടെ പോസിറ്റീവ് വൈ, കൺഫ്യൂഷൻ ഒന്നുമില്ല, വൈ എക്സ്. ഓക്കെ, എക്സ് വൈ ആക്സിസ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇനി നമുക്ക് ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ചെയ്യണം. ഓക്കെ, നമുക്കറിയാം ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ equations of equilibrium. Equations of equilibrium is that sigma fx equal to 0 and sigma fy equal to 0. These are the two equations. ഇത് നമ്മൾ ഓർത്തിരിക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ രണ്ട് ഇക്വേഷൻസ്. Now നമുക്ക് ഇത് വെച്ചിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഈ ആംഗിൾസ് ഒക്കെ കണ്ടുപിടിച്ച് വെക്കാം. ഓക്കെ, അപ്പം എനിക്ക് ഈ ആംഗിൾ അറിയാനും കുറച്ച് നല്ലതായിരുന്നു. ഓക്കെ, പ്രോബ്ലം സോൾവ് ചെയ്യാനും. ഇത് നമുക്കറിയാം ഇത് എത്രയാണ്, 30 ആണ്. വിച്ച് മീൻസ് ഇത് 90 ആണെന്ന് അറിയാം നമുക്ക്. ഇപ്പം ഇത് എത്ര ആയിരിക്കാം, 60. ഇവിടെ വേറെ മെക്കാനിക്സും കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ പണ്ട് പഠിച്ച സിമ്പിൾ മാത്സും കാര്യങ്ങളും. 60 വേറെ ഇൻക്ലൈൻഡ് 7, അതിനൊരു ആംഗിൾ ഉണ്ട് 45. അപ്പം നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അതൊപ്പം സോൾവ് ചെയ്യാം. ഓക്കെ, ഇത് ഇങ്ങോട്ടും കൂടെ ഒന്ന് കിടന്നോക്കാം. ഈ ആക്സിസ് നെഗറ്റീവ് ആക്സിസ് ഇങ്ങോട്ട് വരച്ചു തന്നായിരുന്നു. ഓക്കെ, സോ ഇവിടെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള രണ്ട് ഫോഴ്സുകൾ ഏതൊക്കെയാണ്, 7 എസ്. അപ്പൊ അതിന് രണ്ടിനും എന്ത് വരും, റെക്ടാങ്കുലർ കമ്പോണൻസ് വരും അല്ലെ, എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷനും കമ്പോണൻസ് വരും. ബാക്കി 6, 10 and 5 they won't have any components because they are already acting along the axis. In case of R and 10 they are acting along the y axis, so there won't be any components along the x. Okay, and in case of 5 it is along the x axis, so there won't be any component along the y axis. Okay, clear ആയിട്ട് എത്ര വേണം. അപ്പോൾ ഇത് രണ്ടും നമുക്കൊന്ന് സോൾവ് ചെയ്ത് വെക്കാം. In the case 7 ഇത് അങ്ങോട്ട് ആക്ട് ചെയ്യുന്ന ടുവേർഡ്സ് ആകുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഇങ്ങനെ ഓർക്കുക, ഇതിൻ്റെ ഒരു കമ്പോണന്റ് ഇങ്ങോട്ടും വരും, ഒരു കമ്പോണന്റ് ഇങ്ങനെയായിരിക്കും ഡയറക്ഷൻ. ഓക്കെ, അപ്പം ഇതിൻ്റെ ഈ കേസിൽ ഇതിൻ്റെ എക്സ് കമ്പോണന്റ് താഴേക്കും ഇത് ഇങ്ങോട്ട്, എക്സ് ഈ ഡയറക്ഷനിലേക്കും വൈ താഴേക്കും. ഇപ്പം രണ്ടും നെഗറ്റീവ് ആണ്. ഓക്കെ, നമുക്കിപ്പം ഇതിൻ്റെ ഈ ആംഗിൾ 45 ആണെങ്കിൽ പാരലായിട്ടല്ലേ വരച്ചത്, അപ്പോൾ ഇത് എത്ര തന്നെയായിരിക്കും, 45 ആയിരിക്കും. ഓക്കെ, നമുക്കിത് പെട്ടെന്ന് എഴുതാം. അപ്പം ഇതെന്തായിരിക്കും, ഈ കമ്പോണന്റ് 7 cos 45, ഇത് ഈ കമ്പോണന്റ് എന്തായിരിക്കും, 7 sin 45. ഇനി എസിന്റെ കമ്പോണന്റ് എഴുതാം. എസിന്റെ കമ്പോണന്റ് ഇങ്ങോട്ടാണ് വരുന്നത്. ഇത് 60 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ താഴേക്കുള്ള കമ്പോണന്റ് വേറൊരു കളറിൽ എഴുതാം, കൺഫ്യൂഷൻ ആവണ്ട. സോ ഇങ്ങോട്ടൊരു കമ്പോണന്റ് വരും അല്ലേ, ഇങ്ങോട്ടൊരു കമ്പോണന്റ് 7 കാണും, ഇങ്ങോട്ടൊരു കമ്പോണന്റ് 7 വരും. അപ്പോൾ ദിസ് ബിക്കം ഈ 60 ഇവിടെ കിടക്കണം. അപ്പോൾ ഇതെന്തായിരിക്കും, എസ് കോസ് 60. ദിസ് ബിക്കം എസ് സൈൻ 60. ഓക്കെ, അപ്പോൾ കമ്പോണൻസ് എല്ലാം ആയി. പിന്നെ ഇപ്പം നമുക്ക് ഡയറക്ഷൻ്റെ കാര്യങ്ങൾ നോക്കാം. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്പം നമ്മുടെ സിഗ്മ എഫ് എക്സ് ആദ്യം എഴുതാം. സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0 ആ ഇക്വേഷൻ എഴുതാം. അപ്പം എക്സിൻ്റെ ഡയറക്ഷനിലുള്ള ഫോഴ്സസുകളെല്ലാം നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനൊന്നുകൂടെ പോയിന്റ് ചെയ്യാം. എക്സ് ഡയറക്ഷനിൽ പോകുന്ന 5 എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി 7ന്റെ കമ്പോണന്റ് ഉണ്ട്, അതെങ്ങോട്ടാ, 7ന്റെ കമ്പോണന്റ് ഇങ്ങോട്ടാണ് പോകുന്നത്, നെഗറ്റീവ് എക്സിന്റെ ഡയറക്ഷൻ, അപ്പോൾ അത് നെഗറ്റീവാണ്. പിന്നെ
എസിൻ്റെ ഒരു കമ്പോണൻ്റ് ഉണ്ട്, അതും എന്താണ്, നെഗറ്റീവ്. അപ്പോൾ ഈ 3 കമ്പോണൻ്റേ ഉള്ളൂ എക്സിന്. ഓക്കെ, ബാക്കിയൊക്കെ വൈക്കുള്ളതാണ്. നമുക്കതെല്ലാം എഴുതി വെക്കാം. അപ്പം സോ 5 പോസിറ്റീവ് വരും, ദെൻ മൈനസ് 7 cos 45, then minus s sin 60 equal to 0. ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എസിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അത് നിങ്ങൾ സോൾവ് ചെയ്യണം പ്രോബ്ലം. നമുക്ക് ഇനി സിഗ്മ എഫ് എക്സ് സിഗ്മ എഫ് വൈ നോക്കാം ഏതൊക്കെയാണ്. ഈക്വൽ ടു 0 ആ ഇക്വേഷൻ കൊടുക്കാം. സെക്കൻഡ് ഇക്വേഷൻ ഇതിൽ നമുക്കെല്ലാം പറഞ്ഞു, ആർ എങ്ങോട്ടാണ്, വൈ ഡയറക്ഷൻ തന്നെ അല്ലേ. ആറ് വൈ ഡയറക്ഷൻ, പോസിറ്റീവ് വൈ ഡയറക്ഷനാണ് പോകുന്നത്. അപ്പോൾ ആറിൻ്റെ കമ്പോണൻറ്റ് പോസിറ്റീവ് ആയിരിക്കും. അതേസമയം വെയിറ്റോ 10 താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പോസിറ്റീവ് വൈ മുകളിലേക്ക്, അപ്പോൾ നെഗറ്റീവ് വരും 10. അതുപോലെ ഈ എസിൻ്റെ കമ്പോണൻറ്റിന് താഴേക്കാണ്, അപ്പോൾ അത് നെഗറ്റീവ് വരും. അതുപോലെ ഈ 7ൻ്റെ കമ്പോണൻറ്റ് എന്നിട്ട് താഴേക്കാണ്. പിന്നെ 5ന് വേറെ വൈയിൽ കമ്പോണൻസ് ഒന്നുമില്ല. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആ ഇക്വേഷൻസ് സോൾവ് ചെയ്യാം. So that's r positive, then minus 10, then minus s cos 60, then minus 7 sin 45 equal to 0. ഓക്കെ, എസിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 6 കിട്ടും. So we can easily find out s and r. ഇനി എസിൻ്റെ വാല്യൂ എനിക്ക് ഇവിടെ നെഗറ്റീവ് കിട്ടിയെങ്കിൽ വിച്ച് മീൻസ് ദാറ്റ് ഈ ഡയറക്ഷൻ എന്തായിരുന്നു, എൻ്റെ അസ്യൂംഡ് ഡയറക്ഷൻ റോങ് ആയിരുന്നു. ഇനി ഇതെൻ്റെ കറക്റ്റ് ആണെങ്കിൽ എൻ്റെ അസ്യൂംഡ് ഡയറക്ഷൻ ശരിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രോബ്ലം. സോ നിങ്ങളിത് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ താങ്ക് യു.